കേരളത്തെ ആകെ ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വ്യാഴാഴ്ച 2 വർഷം തികയുന്നു. ദുരന്തത്തിൽ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നഷ്ടമായത് 33 വിദ്യാർത്ഥികളെ. 97 കുട്ടികളെ ദുരന്തം നേരിട്ട് ബാധിച്ചു. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വേർപാട് താങ്ങാനാകാതെ ദുരന്തമുഖത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ മാഷിനെ ആരും മറക്കില്ല. നീണ്ട 20 വർഷം ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഉണ്ണിമാഷ് തന്റെ സ്വന്തം നാടായ കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ മുണ്ടക്കൈയും ചൂരൽമലയും 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് തീരാനൊമ്പരമായി തകർന്നടിഞ്ഞ ഗ്രാമങ്ങൾ. അവിടെ വെള്ളരിമലയുടെ താഴ്വാരത്ത് പുന്നപ്പുഴയുടെ തീരത്തായി ഗ്രാമത്തിന് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകിയിരുന്ന വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു അമ്പലപ്പുഴ കരുമാടി സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ മാഷ്. നാട്ടിൽ പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഉണ്ണികൃഷ്ണൻ 20 വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളാർമല സ്കൂളിൽ അധ്യാപകനായി ജോലിക്കെത്തുന്നത്. പിന്നീട് അദ്ദേഹം നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷായി. അവരുടെ നാടിനെ ദുരന്തം വിഴുങ്ങിയപ്പോൾ ആ നാടിനെ ഓർത്ത്, തൻ്റെ നഷ്ടപ്പെട്ട 33 വിദ്യാർത്ഥികളെ ഓർത്ത്, ദുരന്തം നേരിട്ട് ബാധിച്ച തൻ്റെ സ്കൂളിലെ 97 വിദ്യാർത്ഥികളെ ഓർത്ത് ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. കേരളം മുഴുവൻ അദ്ദേഹത്തിനൊപ്പം കരഞ്ഞു. വയനാട് ദുരന്തം നടന്ന് 2 വർഷമാകുമ്പോൾ ഉണ്ണിമാഷിന് തൻ്റെ സ്വന്തം നാടായ കുട്ടനാട്ടിലേക്ക് സ്ഥലം മാറ്റമാണ്. കൊടുപ്പുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപകനായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചു. വയനാട് ചൂരൽമല വെള്ളാർമല സ്കൂളിൽ നിന്നും പ്രൊമോഷനായി കുട്ടനാട്ടിലേക്ക് എത്തിയ ഉണ്ണിമാഷിനെ കാണാനാണ് കൊടുപ്പുന്നയിൽ എത്തിയിരിക്കുന്നത്. ഉണ്ണിമാഷിനെ എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ സങ്കട വീഡിയോ കണ്ടോ ഒന്നിച്ച് അദ്ദേഹത്തോടൊപ്പം കരഞ്ഞവരാണ് നമ്മൾ. ഇന്ന് പഴയ ആ സങ്കടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദ്യമായ ഒരു സ്വാഗതം ആശംസിക്കാനാണ്. നീണ്ട 20 വർഷത്തെ വയനാട്ടിലെ ജീവിതം ഉണ്ണിമാഷിന് സമ്മാനിച്ചത് എണ്ണിയാൽ തീരാത്ത സ്നേഹബന്ധങ്ങളാണ്. അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുമ്പോൾ ബസ്സിറങ്ങിയാൽ താമസ സ്ഥലം വരെ എത്തിക്കാൻ കുശലം പറഞ്ഞു കൂടെ കൂടിയവർ, ഭക്ഷണം നൽകിയവർ, ഉണ്ണിമാഷേ എന്ന് സ്നേഹത്തോടെ വിളിച്ചവർ, അവരിൽ പലരെയും ഉരുളെടുത്തു. മേപ്പാടിയിലെ സ്കൂളിലേക്ക് പറിച്ചു നടപ്പെട്ട വെള്ളാർമലയിലെ കുട്ടികൾക്ക് താങ്ങായി കരുതലായി പിന്നീടുള്ള 2 വർഷക്കാലവും ഉണ്ണിമാഷുണ്ടായിരുന്നു. സങ്കടങ്ങൾ കുറയ്ക്കാൻ അവർക്കൊപ്പം പാട്ടുപാടി, മറ്റധ്യാപകർക്കൊപ്പം അവരെ കലോത്സവ വേദികളിലെത്തിച്ചു. ഉണ്ണിമാഷിന് നാട്ടിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ അവരെല്ലാവരും കൊടുപ്പുന്നയിലെ സ്കൂൾ വരെ അനുയാത്ര ചെയ്തു. പ്രിയപ്പെട്ട ഉണ്ണിമാഷിനൊപ്പമാണ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ സാറിൻ്റെ ഫോൺ ഇങ്ങനെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് പലരും അദ്ദേഹത്തെ വിളിക്കുകയാണ്. അടുത്ത ദിവസം ചൂരൽമലയിലെ ആ സങ്കട ദിനങ്ങളുടെ വാർഷികമാണ്. അദ്ദേഹം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അവിടുന്ന് ചൂരൽമലയിൽ നിന്ന് 20 വർഷത്തെ സേവനം കഴിഞ്ഞ് ഉണ്ണിമാഷ് ഗംഭീരമായ ഒരു യാത്രയപ്പോടു കൂടിയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത്. അവരൊരു 16 പേര് അദ്ദേഹത്തെ ഒരു ടെമ്പോ ട്രാവലറിൽ ഇവിടെ കുട്ടനാട്ടിൽ എത്തിച്ച് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് വരെ അവർ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെയും ഗംഭീര സ്വീകരണമായിരുന്നു. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാവും. സാറേ, ഗംഭീര സ്വീകരണമായിരുന്നല്ലോ. എന്താ പറയാനുള്ളത്? കുട്ടനാട്ടിനെ സംബന്ധിച്ചും ആ നാട്ടിൽ 20 വർഷം ജോലി ചെയ്ത ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു യാത്രയും എല്ലാം. ഞാനൊരു കുട്ടനാട്ടുകാരനാണല്ലോ. എൻ്റെ വീട് കരുമാടിയിലാണ്. അപ്പോൾ വയനാടും കുട്ടനാട്ടുകാരും തമ്മിൽ സ്വഭാവത്തിൽ വളരെ സാമ്യമാണ്. ശാന്തശീലരാണ് എന്നാണ് എൻ്റെ പ്രത്യേകത. സ്നേഹം അതിവിടെയും അവിടെയും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ആളാണ്. പിന്നെ എനിക്ക് കുട്ടനാടിൻ്റെ സ്നേഹം ആ പ്രളയത്തിൻ്റെ ആ സമയത്ത്, ആ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് എനിക്ക് 2 വ്യക്തികളെ ഞാൻ ഇവിടെ ഒന്ന് തിരയാണ്. ഒരാളെ പിന്നെ സുപരിചിതനാണ്. ഒരാളെ ഞാൻ തിരയാണ്. ഒരു ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സലീം കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സലീം കൃഷ്ണ. അദ്ദേഹം അവിടെ വന്ന് ആ ചെളിക്കകത്തൊക്കെ കിടന്ന്
നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ചുമന്നിറക്കുക എന്ന് വേണ്ട ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു മനുഷ്യൻ കുട്ടനാട്ടുകാരനാണ്. ഞാൻ തിരയുന്ന ഒരു മുഖമാണ് ഇവിടെ വന്നിട്ട്. ഇനി അടുത്ത ആൾ എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കുട്ടനാടിൻ്റെ അഭിമാനം, നമ്മുടെ സിനിമാ താരം പ്രമോദ് വെളിയനാടാണ്. പ്രമോദ് വെളിയനാട് സംഗീതം ചെയ്ത ആ ഒരു ഗാനം, വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ എന്ന ആ ഗാനത്തിൻ്റെ ശില്പിയാണ് പ്രമോദ് വെളിയനാട്. ആ ഗാനത്തിലൂടെയാണ് വെള്ളാർമല സ്കൂളിനെ ലോകം അറിയപ്പെട്ടത്. ഇന്നും ആ ദുരന്തത്തെക്കുറിച്ച് ചാനലിലൊക്കെ മറ്റൊക്കെ വരുമ്പോൾ ആ വിദ്യാലയമാണ് കാണിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലൊരു വേദന, തീരാ നോവായി ആ പാട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, കുട്ടനാടുമായിട്ട് എനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് വരുന്നെങ്കിൽ അത് വയനാട് പോലെ തന്നെ സുന്ദരമായ ഒരു പ്രദേശത്തേക്ക് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എന്തായാലും എനിക്ക് സുന്ദരമായ ഒരു വിദ്യാലയം കിട്ടി. 2 വർഷമായിട്ടൊരു സ്കൂളില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂളില്ലല്ലോ ഇപ്പോൾ. 2 വർഷമായിട്ട് എനിക്ക് സ്കൂളില്ല. വേറൊരു വിദ്യാലയത്തിൻ്റെ ഭാഗം ചേർന്നാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്കൂൾ കിട്ടി. പ്രൊമോഷനോട് കൂടി ഞാൻ ഹെഡ് മാസ്റ്ററായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ഒരുപാട് പേർക്ക് അക്ഷരദീപം പകർന്ന ഒരു വിദ്യാലയ മുത്തശ്ശിയാണിത്. അപ്പോൾ ഇതിൻ്റെ 125-ാം വാർഷികം, അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ വാർഷികം ഈ നാടിൻ്റെ ഒരു ഗ്രാമോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ അധ്യാപകരെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. 125-ാമത് വാർഷികം നമുക്ക് എങ്ങനെ ഈ നാടിനെ ഒരു ഉത്സവഭരിതമാക്കണമെന്നുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളെല്ലാവരും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കുടമുണ്ട്, വിദ്യാലയമുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടല്ലായിരുന്നു പ്രമോദ് പാടിയിട്ടുള്ളത്? സാറാണ് പാടിയിരിക്കുന്നത് അല്ലേ? അപ്പം എഴുതിയതും പാടിയതും സാറാണ്, സംഗീതം ചെയ്തിരിക്കുന്നത് പ്രമോദാണ്. ഒന്ന് പാടാൻ പറ്റൂ? അത് പാടുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകൾ അങ്ങ് പോകും. പാടാം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, ഈ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. വയനാട് ദുരന്തത്തിൽ 300ഓളം പേർ മരിച്ചതായാണ് കണക്കുകൾ. അന്തിമ പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഗ്രാമവാസികൾ വ്യാഴാഴ്ച പുത്തുമലയിൽ ഒത്തുചേരും. അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ണിമാഷ് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ അദ്ദേഹം ഉരുളെടുത്ത പ്രിയപ്പെട്ടവരെ നിറകണ്ണുകളോടെ സ്മരിക്കും. ഒരു നാടിൻ്റെ വേദനയാകെ നെഞ്ചിലേറ്റി പൊട്ടിക്കരഞ്ഞൊരാൾ. അദ്ദേഹത്തിനൊപ്പം നമ്മളെല്ലാം നെഞ്ച് തകർന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉണ്ണിമാഷ്, അദ്ദേഹം ഇപ്പോൾ വയനാട് ചുരൽമലയിലെ വെള്ളാർമല സ്കൂളിൽ നിന്നും കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗവൺമെൻറ് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ട്. അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാവരുടെയും, കുട്ടനാട്ടുകാരുടെ എല്ലാം സഹകരണം മാത്രമാണ്. മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ, കലർപ്പില്ലാതെ ആ സഹകരണം നമുക്ക് അദ്ദേഹത്തിനായി നൽകാം. ക്യാമറാമാൻ സുമൻ രാമങ്കരിക്കൊപ്പം VR വിനോദ്, KCB ന്യൂസ്.